ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 214 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പഴയ നിയമത്തിലെ പ്രവാചകനായ ഗാദ് എന്ന പ്രവാചകനെ അത്ര പ്രശസ്തനായ പ്രവാചകനല്ലെങ്കിലും അദ്ദേഹം പറയുന്നത് ഒരു 100 വണ്ണത്തിന് കുറയില്ല. അത്രമാത്രം ദൈവം ഉപയോഗിച്ച ഒരു പ്രവാചകനാണ് ഗാദ്. ദാവീദ് ശൗലിനെ പേടിച്ച് ദുർഗത്തിൽ പാർക്കുന്ന കാലം, ഈ സമയത്ത് എവിടെ പാർക്കുന്നതെന്ന് അത് ശൗലിന് പിടികിട്ടി. ദാവീദിനെ കൊല്ലാൻ, ദാവീദ് എന്ന് പറയുന്ന മരുമകനെ കൊല്ലാൻ വേണ്ടി പുറപ്പെടാനായിട്ട് തീരുമാനിച്ചപ്പോൾ ദൈവം ദാവീദ് ഇരിക്കുന്ന സ്ഥലം ഇന്നിടത്താണ് ഗാദിനോട് പറഞ്ഞു. നോക്കിക്കോണം, പ്രവാചകന്മാരുടെ ഉപയോഗിക്കുന്നത് കുറെ കഷ്ടപ്പാടിന് പണിയാണെന്ന്. അവരൊറ്റയ്ക്ക് പോയിട്ട് ദാവീദ് ഇരിക്കുന്ന സ്ഥലം കണ്ടു മനസ്സിലാക്കി. എന്നിട്ട് ദാവീദിനൊരു കാര്യം പറഞ്ഞു. 1 ശമൂവേൽ 22 വാക്യം, നീ ഇവിടെ താമസിക്കരുതേ, കാരണം നിനക്ക് മരണം ഉണ്ടാകും. അതുകൊണ്ട് ദേശം വിട്ടുപൊക്കോളാൻ പറഞ്ഞു. താനിപ്പോ താമസിക്കുന്നത് ഒരു തുരങ്കം പോലെ ദുർഗത്തിൽ താമസിക്കുന്നത്. നീ യഹൂദ ദേശത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ദാവീദ് ഇത് കേട്ട ഉടനെ ശരിയോ തെറ്റോ ഒന്നും ചോദിച്ചില്ല. ഉടനെ അവിടെ നിന്നും ഹെരോത്ത് എന്ന ഒരു സ്ഥലത്തൊരു കാട്ടിൽ വന്നു പാർത്തു. ഇതാണ് പ്രവാചകന്മാരുടെ ശുശ്രൂഷ. മനസ്സിലാക്കണം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിലായിരുന്നാലും പുതിയ നിയമത്തിലായിരുന്നാലും പ്രവാചകന്മാരെ ദൈവമാണ് അയക്കുന്നത്. അത് ശരിയായ പ്രവചനം. ദൈവം ആരോടാണ് ആലോചന പറഞ്ഞു കൊടുക്കേണ്ടതനുസരിച്ച് ദൈവം ആ സാഹചര്യം എവിടെയായിരുന്നാലും പ്രവാചകൻ അവിടെ ചെന്നിരിക്കും. എൻ്റെ 46 വർഷത്തെ ശുശ്രൂഷയിൽ പല പ്രാവശ്യം യാദൃച്ഛികമെന്ന് പറയാൻ പറ്റുകയില്ല. അങ്ങനെ ചിന്തിക്കാത്ത സമയത്ത് ദൈവദാസന്മാരെ കടന്നു വന്ന് എന്നോട് പറഞ്ഞത് അത് മുഴുവൻ നിറവേറി എന്നുള്ള കാര്യം ഓർപ്പിച്ചോളുന്നു. ഇനിയും വിളിച്ചുകൊണ്ടുവരുന്ന ഒരു പ്രവാചകനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുവരുമല്ലോ, അത് ബൈബിളിനകത്തില്ല. അത് വളരെ ശ്രദ്ധിക്കണം. അവിടെ നിന്ന് രാജാവായിരിക്കുന്ന ദാവീദൊക്കെ രാജാവായപ്പോലെ തനിക്കൊരു ചിന്ത കടന്നു വന്നു. എന്റെ കൂടെയുള്ള ജനം ഒന്ന് എത്രാന്ന് തോന്നണം. 2 ശമൂവേൽ 24:1 ജനത്തെ എണ്ണുവാൻ തോന്നിച്ചു. തോന്നൽ അപകടകരമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലൊന്നും എനിക്ക് അങ്ങനെ തോന്നിയെന്നും പറഞ്ഞ പദ്ധതിക്കൊന്നും പോയാൽ പരാജയം കൂടെ ഉണ്ടായിരിക്കും. ഈ തോന്നൽ എന്താ നോക്കാം. ഈ ദാവീദേ ഇസ്രായേലിനെ എണ്ണുവാനായിട്ടുള്ള തോന്നൽ എവിടുന്ന് വന്ന് നോക്കുക. അതാണോ മനസ്സിലാക്കേണ്ടത്. നമ്മുടെയൊക്കെ തോന്നലൊക്കെ ഏത് മേഖലയെന്നാ വരും നോക്കണം. 1 വൃത്താന്ത പുസ്തകം 21 1 വാക്യം, സാത്താൻ ഇസ്രായേലിന് വിരോധമായി എണ്ണുവാൻ തോന്നിച്ചു. നോക്കിക്കോണം, ആളിന്റെ തോന്നലിന്റെ വന്ന വഴി ദൈവികമല്ല. ആ തോന്നൽ പിശാചെ എണ്ണുവാനായിട്ട്, വിരോധമായി എണ്ണുവാനായിട്ട് തോന്നിച്ചു.
ആളെണ്ണി. സാത്താൻ അത്ര മോശകരമല്ല. നമ്മുടെ ഉള്ളിലെ ആഗ്രഹം അറിയാൻ കഴിവുള്ള ഒരാളാണ് സാത്താൻ. അതുകൊണ്ടല്ലേ ഏതും തോട്ടത്തിൽ വന്ന് ഹവ്വായുടെ ആഗ്രഹം മനസ്സിലാക്കിയല്ലേ സാത്താൻ വേഷം മാറി സംസാരിച്ചു, അവിടെ ഉള്ളിലെ കാര്യം മനസ്സിലാക്കി എന്നതുപോലെ ദൈവദാസന്മാരുടെ ഉള്ളിലത്തെ ആഗ്രഹങ്ങളെല്ലാം, നല്ല ആഗ്രഹവും ദൈവിക ആഗ്രഹവും ഭൗതിക ആഗ്രഹങ്ങളൊക്കെ നന്നായിട്ട് സ്കാൻ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് സാത്താൻ എന്നുള്ള കാര്യം ഓർക്കുക. സാത്താന്റെ തോന്നല് പ്രവാചകനും കൂടിയായിരുന്ന ദാവീദിനെ മുതലെടുത്തു. അവൻ എണ്ണി കഴിഞ്ഞപ്പോൾ ദർശകനായ ഗാദെന്ന പറയുന്നത് 2 ശമൂവേൽ 24 ദർശകനായ ഗാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ആത്മാവിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിവുള്ളവരാണ് ദർശകന്മാരെന്ന് പറയുന്നത്. ദാവീദിന്റെ അടുക്കൽ വന്നു. ഏതായിരുന്നാലും ദാവീദേ, നീ ഇങ്ങനെ തോന്നിച്ച് പിശാച് തോന്നിച്ചൊക്കെ ഇങ്ങനെയൊക്കെ ആയല്ലോ, അതുകൊണ്ട് നമുക്ക് എല്ലാവരും വിളിച്ചു വരുത്തി ഒരു പ്രാർത്ഥന നടത്തി ഇതിന് പരിഹാര മാർഗം കണ്ടെത്താമെന്നൊന്നും പ്രവാചകന്റെ ഇല്ല. അദ്ദേഹം വന്ന് പറഞ്ഞ് 3 കാര്യം ഗാദ് നിന്നോട് പറയാനായിട്ടുണ്ട്. ഗാദ് പറഞ്ഞ 3 കാര്യമുണ്ട്. ഈ 3 ഏതെങ്കിലും നിനക്കൊന്ന് തിരഞ്ഞെടുക്കാം, അല്ലാതെ ഇതിനകത്ത് പോകാൻ വഴിയില്ല. ദാവീദിന്റെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞു, നമ്പർ 1, 7 സംവത്സരം ഭയങ്കര ക്ഷാമമായിരിക്കും. അയ്യോ, 7 വർഷം ക്ഷാമം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, അത് വേണ്ട. അടുത്ത എന്താണ്? 3 മാസം ശത്രുക്കൾ നിന്നെ പിന്തുടർന്ന് നിന്നെ തോൽപ്പിക്കും. 3 മാസം. ഇനി വേറെ ഉണ്ടോ? അടുത്തത് 3 ദിവസം മഹാമാരി. നിനക്ക് ഏത് വേണം ചോദിച്ചു. ദാവീദ് വിചാരിച്ചു ഇത് 72 മണിക്കൂറത്തെ കാര്യമല്ലേ, അത് പെട്ടെന്ന് പോവും. എന്നാൽ അത് മതി. 3 ദിവസത്തെ മഹാമാരി എന്ന് പറയാൻ മഴയൊന്നുമല്ല, നമ്മുടെ കോവിഡിന്റെ വേറൊരു പേരാണ്. അത് വരട്ടെന്ന് പറഞ്ഞു. സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ 3 ദിവസത്തെ മഹാമാരി കൊണ്ട് 70,000 പേരെ മരിച്ചുപോയി. നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യാതെ സാത്താന്റെ ആലോചന കേട്ട് നാം പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതം പരാജയമാണ്. അനവധി ആളുകൾ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളുക, നാം എത്ര വലിയവരായിരുന്നാലും നമ്മുടെ പാപത്തിന് ശിക്ഷാവിധി കിട്ടും. ഒരുവൻ എത്ര വേഷം കെട്ടി നടന്നെന്ന് പറഞ്ഞാലും ദൈവകൃപയില്ലെങ്കിൽ പരാജയമാണ് എന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു. ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ എടുക്കുക. എന്റെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. സാരത്തിൽ വലിയ ഉണർവുണ്ടാകും. നാമും അതിൽ അംഗമാകുക. ഗന്ധകാലത്തിൽ വലിയ ഉണർവുണ്ടാകും. നമ്മളും അംഗങ്ങളാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെന്നും